മുഞ്ചുള്ള പാട്ടിനെ കുറിച്ച് നമ്മളിപ്പം പറഞ്ഞു. മുഞ്ചുള്ള പാട്ടിനെ കുറിച്ചുള്ള ഗിഫ്റ്റും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. പക്ഷേ നമ്മളുടെ നജീമയ്ക്ക് കിട്ടിയ ഒരു മൊഞ്ചുള്ള സമ്മാനം ഇവിടെ എവിടെയോ ഇരിപ്പുണ്ട്. ഒരു മൊഞ്ചത്തി കുട്ടി അല്ലേ? വിളിച്ചാലോ നമുക്ക്? ഉപ്പാനെ നമ്മൾ ഈ വേദിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ഉമ്മാനെ വേദിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മൾ പാട്ടുകൾ കേട്ടിട്ടുണ്ട്, പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നജീമക്കയുടെ കിക്കി അതെ, ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ നമ്മുടെ എനിക്ക് വേണ്ടി തലേ ദിവസം തന്നൊരു ഗിഫ്റ്റ് കൈരളി TV പട്ടുറുമാല് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കിവിടെ വേദിയിൽ അവൾ വരണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. ഓക്കെ, നമുക്ക് വെൽക്കം ചെയ്യാം തസ്നി. ഈ കിക്കി എന്നുള്ള പേര് നജീമക്ക മാത്രം വിളിക്കുന്ന പേരാണോ അതോ വീട്ടിലെല്ലാവരും? ഭാഗ്യം, അല്ലെങ്കിൽ ഇങ്ങനെ കൊല്ലം ഒരു അവസരം കിട്ടിയേനെ. എങ്ങനെയുണ്ട് പുതിയ ജീവിതമൊക്കെ? ഓ ശരിയാണല്ലോ. നജീമക്കനെ തിരിച്ചു വിളിക്കുന്ന പേരെന്താ? കുക്കാന്ന്. കിക്കിന്ന് വിളിക്കുമ്പോ തിരിച്ച് കുക്കാന്ന് വിളിക്കും. കുക്ക, നല്ല പേര്. എല്ലാരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, കുക്ക. അല്ല, ഇക്കാന്നാണ് ഉദ്ദേശിച്ചത്. പെട്ടെന്ന് കീ എന്നുള്ള സാരമില്ല, നജീമക്കയുടെ സ്വഭാവത്തിന് ചിലപ്പോ അങ്ങനെ വിളിക്കാനായിരിക്കും തോന്നണേ അല്ലേ? എന്തായാലും കിട്ടിയല്ലേ, എനിക്ക് സംഭവം കിട്ടിയപ്പോ എന്ത് സന്തോഷം. തീർച്ചയായിട്ടും. തസ്നി എത്ര പാട്ടുകൾ പാടി തന്നു? കുറെ പാട്ടുകൾ പാടി തന്നു അല്ലേ? ഈ ഐഡിയ സ്റ്റാർ സിംഗർ നടക്കുന്ന കാലത്ത് ഇങ്ങനെ ഒരാള് പാടുന്നത് കണ്ടതൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ആ സമയത്ത്. അന്ന് ഇങ്ങനെ ഒരാള് നമ്മളിലേക്ക് വരും, നമ്മുടെ പുതിയാപ്പിളയായി വരും എന്ന് വിചാരിച്ചിരുന്നോ? ഒരിക്കലും ഇല്ല. അല്ല, ഈ ആളെ കിട്ടിയാൽ നന്നായിരുന്നു എന്ന് വിചാരിച്ചിരുന്നോ? നജീം ഇന്ന് രാവിലെ സാധാരണ ഇങ്ങനെ മേക്കപ്പ് റൂമിലൊക്കെ നിൽക്കുമ്പോൾ പാടുന്ന പാട്ടുകളൊന്നും അല്ല ഇന്ന് രാവിലെ പാടുന്നത്. ഞാൻ ആദ്യം കേട്ടത് ഇന്ന് രാവിലെ പാടി നടക്കുന്നു, പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു. അതിങ്ങനെ അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചു, ഇത് പാട്ടൊക്കെ മാറിയല്ലോ. പിന്നെ ജിഷ പറയുന്നു വേറെ ഏതൊരു പാട്ട് പാടിയിരുന്നു. എൻ്റെ സ്വപ്നത്തിൻ താമര പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി, നീലത്താമരമിഴികൾ തുറന്നു എന്നെ നോക്കി നിന്നു. ഇപ്പോഴാണ് നിങ്ങളത് ശ്രദ്ധിക്കണേ. ആക്ച്വലി കല്യാണം ഉറപ്പിച്ചപ്പോ തൊട്ട് ഇതുപോലത്തെ പാട്ടുകളാ. അത് പക്ഷെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പാടില്ല. ഇങ്ങനെ അവിടെ ആ ഒരു ഏരിയയിലൊക്കെ ഇങ്ങനെ കിടന്ന് കളിക്കുമ്പോൾ ഇതുപോലത്തെ റൊമാൻറ്റിക് സോങ്സും കാര്യങ്ങളും ഇടയ്ക്ക് ഇങ്ങനെ തന്നത്തെ ഇങ്ങനെയൊക്കെ നടന്ന് എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്നതാണോ? അപ്പൊ കിക്കി പറയൂ, എങ്ങനെയുണ്ട്? പുതിയ ഷോകൾക്കൊക്കെ കൂടെ കൊണ്ടുപോകാറുണ്ടോ? ഇപ്പൊ ഇവിടെ വന്നു. ഞാനൊരു സത്യം പറയട്ടെ, നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഞാനുണ്ട്, എൻ്റെ ഫാദറൊക്കെ ഉണ്ട്. സത്യമാണ് കേട്ടോ. എന്നെ നജീംന്ന് വിളിച്ചിട്ടില്ല. നജീം ഇക്കാന്നുള്ള സാധനം മാത്രം അങ്ങോട്ട് വരുന്നുള്ളൂ. അപ്പം അത്രയ്ക്കും സ്നേഹവും റെസ്പെക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും ഫാദറും കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നജീമിന്. അതുപോലെ ഉമ്മയ്ക്ക് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞു, എന്നോട് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ നജീമിനേക്കാൾ കൂടുതൽ തസ്നിയെ പറ്റി സ്നേഹത്തിലും ഒത്തിരി കെയറിങ് ആയിട്ടും പറഞ്ഞത്, അഫെക്ഷനേറ്റ് ആയിട്ട് പറഞ്ഞത് ഉമ്മയാണ്. പിന്നെ തസ്നി ഉമ്മേനെ നോക്കണതും മക്കളേക്കാ കാര്യത്തിലാണ് ഇന്നലെ കൊണ്ട് തന്നെ നജീമിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവം അത് എപ്പോഴും അങ്ങനെ തന്നെ നിർത്തട്ടെ കേട്ടോ. മോളെ ഞങ്ങളുള്ള സ്നേഹം എപ്പോഴും നജീമിനോടും ഉമ്മേനോട് മാത്രം നജീമിനോടും കേട്ടോ അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഓക്കെ, നമുക്ക് വേണ്ടിയിട്ട് പാട്ട് പാടിത്തരൂ? ഇല്ല, പാടൂല. പാടിക്കാത്തതാണോ ഇനിയിപ്പോ നമ്മളുടെ കരിയറിൽ വന്നിട്ട് ഇതാക്കണ്ട? പാടാറില്ല, പാട്ട് ആസ്വദിക്കുകയുള്ളൂ. അപ്പൊ തസ്നിക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു പാട്ട്, ഒരു 4 വരി. വെറുതെ ഇരിക്കട്ടെ. വാതിലിൽ കാതോർത്തു നീ നിന്നിലേ, പാതിയിൽ പാടാത്തൊരാ തേനൂറിടും നിശലായി ഞാൻ. വാതിലിൽ കാതോർത്തു നീ നിന്നിലേ, പാതിയിൽ പാടാത്തൊരാ തേനൂറിടും നിശലായി ഞാൻ. ചെഞ്ചുണ്ടിൽ 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 ചേർന്നു,
കരളിൽ